പ്രായപൂർത്തിയാകാത്ത ദളിത് പെൺകുട്ടിയെ കൂട്ടത്തോടെ പീഡിപ്പിച്ച കേസിൽ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്ത 7 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവ് രാജു, പൂവറ്റൂർ ആറ്റുപുറത്ത് വീട്ടിൽ വിഷ്ണു, പുലമൺ മുകളുവിള തെക്കേതിൽ വൈശാഖ്, ദർഭമൺ വടക്കേക്കര പുത്തൻ വീട്ടിൽ നിജോ, ഏനാത്ത് തട്ടാരുപടി ലിജി ഭവനിൽ സോൺലി, തട്ടാരുപടി ചരുവിള പുത്തൻ വീട്ടിൽ ഷൈജു, അന്തമൺ മഹേഷ് ഭവനത്തിൽ മഹേഷ് എന്നിവരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കേസിലെ പിടികിട്ടാനുള്ള 1-2 പ്രതികൾ ടിപ്പർ ലോറി ഡ്രൈവർമാരാണ്. പട്ടാഴി തെക്കേത്തേരി മണിമന്ദിരത്തിൽ ഷൈൻ, കലയപുരം തൈമാംകുന്ന് മനോജ് ഭവനിൽ മനോജ് എന്നിവർക്കായുള്ള അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞു. അച്ഛന്റെ ശല്യം സഹിക്കവയ്യാതെ വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പെൺകുട്ടിയെ കാണാനിടയായ ഷൈനും മനോജും ടിപ്പർ ലോറിയിൽ കയറ്റി ഷൈന്റെ വീടിനോട് ചേർന്നുള്ള കളീലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. പുലർച്ചെ 3 മണിയോടെ അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ സ്വന്തം വീടിനടുത്തുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. അവശതയിലായ പെൺകുട്ടിയെ വീട്ടുകാരും പെൺകുട്ടിയുടെ അമ്മയും ചേർന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ കുട്ടി പോലീസിനു നൽകിയ മൊഴി ഞെട്ടിക്കുന്നതായിരുന്നു. പിതാവ് രാജു 5 വയസ്സ് മുതൽ തന്നെ പീഡിപ്പിച്ചിരുന്നതായും ഇപ്പോൾ ഒളിവിലുള്ള ഷൈനും മനോജും മുമ്പ് പലതവണ പീഡിപ്പിച്ചിരുന്നതായും പെൺകുട്ടി മൊഴി നൽകി. മറ്റു പ്രതികൾ മുമ്പ് പല പ്രാവശ്യങ്ങളിലും പ്രലോഭനങ്ങൾ നൽകി കുട്ടിയെ പീഡനത്തിന് വിധേയയാക്കിയെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സ്കൂൾ അധികൃതർ കൌൺസിലിംഗിലൂടെയാണ് പിതാവിന്റെയും മറ്റുള്ളവരുടെയും പീഡനകഥ പുറത്തറിഞ്ഞത്. ഇതോടെ കുട്ടിയെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയായിരുന്നു. പരീക്ഷയുടെ അവധിക്കാലത്ത് വീട്ടിലെത്തിയപ്പോൾ പിതാവ് വീണ്ടും പീഡനത്തിന് വിധേയമാക്കി. ഇതിൽ മനംനൊന്ത് വീട് വിട്ടിറങ്ങിയപ്പോഴാണ് മനോജും ഷൈനും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. ദളിത് പെൺകുട്ടിയെ കൂട്ടത്തോടെ പീഡനത്തിന് ഇരയാക്കിയ സംഭവം പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.